കടക്കാരനായി മരിച്ചാലുള്ള അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അത്തഹിയ്യാത്തിൽ അവസാനം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം, കുറ്റകൃത്യങ്ങളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ധാരാളമായി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ സഹാബികൾ ചോദിച്ചു, എന്തിനാണ് ഇത്രയധികം നിങ്ങൾ കടബാധ്യതയിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിക്കുന്നത് നബിയേ? എന്താ റസൂലുള്ളാഹിന്റെ മറുപടി അറിയോ? ഇന്നർ റജുല ഇദാ ഗരിമ ഹദ്ദസ ഫകദബ വവഅദ വഅഖ്ലഫ. ഒരു മനുഷ്യൻ കടബാധ്യതനായി കഴിഞ്ഞാൽ അവന് കളവ് പറയേണ്ടി വരും, ശരിയല്ലേ? വാഗ്ദത്തം ചെയ്യും, ലംഘിക്കേണ്ടി വരും. അപ്പത്തര മാറ്റി പറയും, പിന്നെയും മാറ്റി പറയും, പിന്നെ നോണങ്ങനെ പറയുന്നേ. പിന്നെ രണ്ട് സ്വഭാവം മുനാഫിക്കിന്റെ സ്വഭാവ അല്ലേ? അമലിയായ നിഫാഖ്, കാപട്യത്തിന്റെ ലക്ഷണം ആയത്തുൽ മുനാഫിക്ക് സലാസ്, 3 ലക്ഷണം പറഞ്ഞു. ഒന്ന് ഇദാ ഹദ്ദസ കദബ, സംസാരിച്ച കളവ് പറയും. വൈദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും. വൈദാ തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും. ഈ 3 സ്വഭാവം കടം കൊണ്ട് നമുക്കുണ്ടാവും. സുബ്ഹാനല്ലാഹ്, മുനാഫിക്കായി പോകുന്ന അവസ്ഥയാണ്. സഹോദരിമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണ്. നിങ്ങൾ കടവും ലോണും വാങ്ങിയിട്ട് ഒന്നും ഇവിടെ കൊണ്ടുവരണ്ട, ഒരാവശ്യമല്ല. പട്ടിണി കിടന്നാലും വേണ്ട, നിങ്ങൾ പലിശ കൊണ്ടുള്ള പൈസ ഇവിടെ വേണ്ട എന്ന് പറയാൻ സഹോദരിമാർക്ക് സാധിക്കണം. നമ്മൾ ഹറാമ് തിന്നാൽ, നമ്മുടെ കുട്ടികൾ ഹറാമ് തിന്നാൽ ആ ശരീരം നരകത്തിന് അവകാശപ്പെട്ടതാ, സ്വർഗത്തിന് അവകാശപ്പെട്ടതല്ല. ദുആക്ക് ഉത്തരം കിട്ടൂല എന്നാ പറഞ്ഞ് അല്ലേ? യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എന്താ അവസ്ഥ? മത്അമുഹു ഹറാം, തിന്നുന്നത് ഹറാം. മശ്റബുഹു ഹറാം, കുടിക്കുന്നത് ഹറാം. വമൽബസു ഹറാം, ഉടുക്കുന്ന വസ്ത്രം ഹറാം. വഗുദ്ദിയ ബിൽ ഹറാം, ശരീരം ഇങ്ങനെ തടിച്ചു കൊഴുത്തത് ഹറാമു കൊണ്ട്. ഫഅന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം കിട്ടുക എന്നാ പറഞ്ഞത്? റബ്ബിനെ വിളിച്ചു തേടുന്നത്. ദീർഘമായി യാത്ര ചെയ്ത ആളാണ്. യാത്രാ ദൈർഘ്യം കൊണ്ട് മുടി പോലും ജടകുത്തിയിട്ട് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്ന് പോവാണ്. ഇന്നത്തെ പോലെ വാഹനത്തിൽ എസിയിലൊന്നല്ല, കുളിക്കാൻ വെള്ളമില്ലാത്ത പൊടി പിടിച്ച അന്തരീക്ഷത്തില്. അപ്പൊ യാത്രക്കാരന്റെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. യാ റബ്ബി യാ റബ്ബി, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. കൈയുയർത്തി പ്രാർത്ഥിക്ക, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? ഹറാമാണ് തിന്നതും കുടിക്കുന്നതും ഉടുത്തതും ഒക്കെ ഹറാം. എത്ര ഗൗരവമുള്ള വിഷയ! മാതൃകാ കുടുംബമാകണമോ നിങ്ങൾ? സ്ത്രീകൾ കുടുംബ ബജറ്റ് ഹലാലാക്കാൻ തീരുമാനിക്കണം, ഭാര്യയും ഭർത്താവും. അല്ലെങ്കിൽ ഒരു കാലത്തും മറ്റുള്ളവർ അനുകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ചില കാര്യങ്ങളെ കുറിച്ച് മറുപടി പറയാതെ നമ്മുടെ കാലളക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസിന്റെ ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെ 2 കാലും നീങ്ങുകയില്ല ഹത്താ യുസ്അല, ചോദിക്കപ്പെടുന്നത് വരെ. എന്തിനെ കുറിച്ചാ ചോദിക്കുക? അൻ ഉംരിഹി ഫീമ അഫ്നാഹ്, അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, ഏത് കാര്യത്തിലാണ് ആയുസ് വിനിയോഗിച്ചത്. വഅൻ ഇൽമിഹി ഫീമ ഫഅൽ, അവന്റെ ഇൽമിനെ പറ്റി ചോദിക്കും, ഏത് കാര്യത്തിലാണ് ആ ഇൽമു കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്. വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ പറ്റി ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചത്. വഫീമ അൻഫഖഹു, ഏത് വിഷയത്തിലാണ് വിനിയോഗിച്ചത്. വഅൻ ജിസ്മിഹി, അവന്റെ ശരീരത്തെ കുറിച്ച് ചോദിക്കപ്പെടും. ഫീമ അബല, ഈ ശരീരം എന്തിലാണ് തൊലച്ചു കളഞ്ഞത്. നോക്കൂ, നിങ്ങൾ എന്തിനെ പറ്റിയൊക്കെ ചോദ്യം? ആയുസ്സിനെ പറ്റി, ഇൽമിനെ പറ്റി, സമ്പത്തിനെ പറ്റി, പിന്നെ ശരീരത്തെ പറ്റി. ഈ 4നെ കുറിച്ചും ചോദിക്കപ്പെടുമ്പോൾ കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞാലല്ലാതെ കാലു നീക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത് അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്.